ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പം നമുക്ക് ഗാർഡനിലുള്ള ചെണ്ടുമല്ലിയെ പരിചയപ്പെടാം. കണ്ട കുറച്ച് പ്ലാന്റ്സേ ഞാൻ വാങ്ങിയുള്ളൂ. പക്ഷേ ഞാൻ കുറേശ്ശെ വാങ്ങിയിട്ട് അതിന് പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ശിഖരങ്ങളെല്ലാം വരികയും ചെയ്തു. നമുക്ക് പുതിയൊരു പ്ലാന്റ് ആകുകയും ചെയ്തു. ഇതാ കണ്ട, ഇതിൻ്റെ കണ്ട ഇവിടം വെച്ച് കട്ട് ചെയ്ത് കൊടുത്തതാണ്. എത്ര ബ്രാഞ്ചസാണ്. ഇതാ ബഡുകളെല്ലാം വന്നിപ്പോണ്ട്. ഓണാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒത്തിരി കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയെല്ലാം ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓണം കഴിഞ്ഞാലും പൂക്കൾ കിട്ടുമല്ലോ, ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാനും എല്ലാം ആകും. ഇവിടെ എല്ലാം ഉണ്ട്. സ്പേസും പോട്ടുകളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് കവറുകളിലും ഒക്കെയാണ് വച്ചിരിക്കുന്നത്. ഇത് വാടാമല്ലിയാണ്. ഈ പിങ്ക് കളറാണെന്ന് തോന്നുന്നു. ഒരു പ്രത്യേക കളറല്ലേ. ഇതിലിതാ വെള്ളം പോകാതെ നിൽപ്പുണ്ട്. ഇനി ചീത്തയായി പോകുമെന്തോ. അപ്പോൾ ഇത് നല്ല ബുഷായിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ പോട്ടുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കവറും ഇല്ല. എൻ്റെ പിങ്കിക്കുട്ടിയുടെ കവറുകളും ഒന്നും ഇല്ലാതെ ഈ ഒരെണ്ണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്കതിലേക്ക് വേറെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. കണ്ട, ഇതിലൊക്കെ ബഡുകൾ വരുന്നത് കണ്ട ചെണ്ടുമല്ലി. ഇതെന്തായാലും വേറൊരു കളറാന്ന് തോന്നുന്നു കേട്ടോ. ഈ ലീഫിനെക്കാട്ടിലും വ്യത്യാസമല്ലേ ഈ കളറ്. ഞാൻ ഇടയ്ക്ക് വെള്ളയും വാങ്ങിയെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. എല്ലാം ഇങ്ങനെ കൊണ്ടുവരും. ഇതുപോലെ കുറച്ച് ദിവസം ഇവിടെ വെച്ചിട്ടാണ് നട്ട് പിടിപ്പിക്കുന്നത്. ഇത് പക്ഷേ എല്ലാം കൂടെ ഒരു ചെടിച്ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. അതും മാറ്റി നട്ടിട്ടില്ല. മാറ്റി നട്ടെങ്കിൽ നല്ലവണ്ണം ഇതാകുമായിരുന്നു. പക്ഷേ മാറ്റി നട്ടിട്ടില്ല. അതായത് ഇതെന്ത് കളറാണെന്ന് അറിയില്ല. മഞ്ഞയായിരിക്കും അല്ലേ ഇങ്ങനെ വരുന്നതെല്ലാം. ഇത് മഞ്ഞയാണെന്ന് തോന്നുന്നു. മഞ്ഞ കണ്ട. ഇതെല്ലാം കണ്ട പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ ഒരു പ്ലാന്റാണ് ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കൂടെ നല്ലവണ്ണം എല്ലാം വയ്ക്കാമായിരുന്നു. ഇതാ ഈ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇന്ന് മഴയായിരുന്നു കേട്ടാ, മഴ. ഇതാ ഇതിൽ എല്ലാം കവറാണ്. എൻ്റെ പിങ്കിക്കുട്ടിയുടെ കവറുകളാണ് അത്രയും. ഇതെല്ലാം കണ്ട. ഇതിലൊന്നും ബഡുകൾ വന്നില്ല. കുറച്ചൊക്കെ ബഡുകൾ വന്നിട്ടുണ്ട്. വച്ച ടൈം വ്യത്യാസമായിപ്പോയി നമ്മൾ വച്ചത്. അതായത് ഇതൊരു പ്രത്യേക കളറല്ലേ. ഇതിനെ അപേക്ഷിച്ച് ഇതൊരു ലൈറ്റ് ഷെയ്ഡ്. ഏതൊക്കെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഫ്ലവർ വരുമല്ലോ. ഇതെല്ലാം ഇപ്രാവശ്യം എനിക്ക് ഓണത്തിന് ചെണ്ടുമല്ലിയുടെ ഒരു ഹരമാണ് പിടിച്ചേക്കുന്നത്. എനിക്ക് എന്തോ അങ്ങനെ തോന്നി കേട്ടാ. ചെണ്ടുമല്ലി കുറച്ച് വെച്ച് പിടിപ്പിക്കണം എന്നുള്ളത്. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടാ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ തോന്നി ചെയ്തതാണ്. പക്ഷേ കുറച്ച് കവറൊക്കെ ഉള്ളതുകൊണ്ടാണ് രക്ഷപ്പെട്ടത് കേട്ടോ. എൻ്റെ പിങ്കിക്കുട്ടിയുടെ കവറുള്ളത് കൊണ്ടാണ് എനിക്കെല്ലാം കഴിയുന്നത്. പിന്നെ വേറെയും ഉണ്ട് കേട്ടോ. ദോശമാവ് വാങ്ങിച്ച കവറ് എല്ലാം വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. ഇതെല്ലാം ഇതുണ്ടാവും. നല്ല ബുഷായിട്ട് നിൽക്കുന്നു. പിന്നെ കുറച്ച് ഒരു 3 ചട്ടിക്കകത്തെങ്ങാണ്ടോ താഴെ ഞാൻ 2-3 എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയില്ല. ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ പ്രൂൺ ചെയ്തതിന് ശേഷം. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ താമരയെക്കുറിച്ച് പറയണ്ടല്ലോ. ഒരു ട്യൂബറും കിട്ടുന്നില്ല നമുക്ക് സെയിൽ വീഡിയോ. ഇന്നിപ്പോൾ ഒരു സെയിൽ വീഡിയോ കൂടെ ഇതിനിടയ്ക്ക് ഞാൻ ഇടുന്നതായിരിക്കും. കുറച്ച് ട്യൂബേഴ്സ് കൂടെ ഉണ്ട്. അതിന് ഈ വീഡിയോ കഴിഞ്ഞ ശേഷം ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇനി എന്തായാലും നമുക്ക് മൺഡേ അല്ലേ അയക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ വീഡിയോ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. വീഡിയോ ഇടുന്നുണ്ട്. അപ്പം താമരയിൽ ലീഫൊക്കെ കുറവാണ്. ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ ബഡുകളുണ്ട് കേട്ടോ. ബഡുകളൊന്നും കുഴപ്പമില്ല. ചിലതിലൊക്കെ വലിയ ലീഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. നമുക്ക് ട്യൂബേഴ്സ് വളരെ കുറവായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെയൊക്കെ ഇടുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാധാ പ്ലാന്റ്സും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ട് സെയിൽ വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ക്യാമില ലവാണ്. ഒരു പെറ്റൽസ് പോലും കൊഴിയത്തില്ല. പക്ഷേ മഴയത്തിങ്ങനെ മറിഞ്ഞു പോയി. ഇതിൽ വിത്ത് വരുമായിരിക്കും. വിത്തുണ്ടെങ്കിൽ എടുത്ത് വെച്ച് മാറ്റി വെച്ച് പിടിപ്പിക്കേണ്ടിയുണ്ട്. ക്യാമില ലവാണ്. നല്ല ഫ്ലവറാണ്. ഇഷ്ടംപോലെ പൂക്കൾ തന്നു. ഞാനെല്ലാം വീഡിയോസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ ആമ്പലെല്ലാം ഒരുമിച്ച് നിൽക്കുവാണ്. ഇതിന് ഫ്ലവർ വന്നാലേ നമുക്ക് സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് ഞാൻ സാധാ പ്ലാന്റ് വാങ്ങിയപ്പോൾ ആരോ ഒരാളെനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. പക്ഷെ അത് പിടിച്ചു. അതിൽ ഒരു ഫ്ലവറും വന്നു. ഇനിയും ബഡുകളൊക്കെ വരുന്നുണ്ട്. ഇതും 3-4 എണ്ണം. ഇത് ഓണത്തിനൊന്നും റെഡി ആവത്തില്ല. ഇതങ്ങനെ നിൽപ്പുണ്ട് നല്ലവണ്ണം ഇതാവാതെ. പിന്നെ നമ്മുടെ ഇത് ബോഗൺവില്ല ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ടൊക്കെ നല്ലവണ്ണം ഫ്ലവറൊക്കെ വരും. അങ്ങനെ അതും കുറച്ച് പോട്ടുകളിലൊക്കെ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 എണ്ണം ആയാൽ 10 എണ്ണം നമുക്ക് സെയിൽ ചെയ്യാമല്ലോ. കിട്ടുന്നത് മതി. നമുക്കുള്ള
എൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ, ഉള്ളത് മതി. പിന്നെ ഇത് നമുക്ക് സുബി എന്നുള്ള വെറൈറ്റിയാണ്. അതിന് ഇഷ്ടംപോലെ ഫ്ലവർ വന്നു കേട്ടോ. വെയിൽ ഇച്ചിരി കുറവാന്ന് തോന്നുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. പിന്നെ ഇതിന് ഐഡിയ അറിയില്ല, വിരിഞ്ഞില്ല. 2-3 ബഡ് വന്നിട്ട് അങ്ങ് കരിഞ്ഞു പോയതാണ്. ഇപ്പം 2 ബഡ് നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് പോട്ടുകളൊക്കെ ഞാൻ നീറ്റാക്കി വെച്ചിട്ടുണ്ട് വയ്ക്കാനായിട്ട്. അപ്പം ഇനി നട്ട് വയ്ക്കാനുള്ളതുണ്ട്. അപ്പോൾ കുറച്ച് ബോട്ടിലും കൂടെയൊക്കെ ഒന്നുകിൽ ആമ്പൽ അല്ലെങ്കിൽ താമര തന്നെ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും ചെണ്ടുമല്ലി ഇനി പൂക്കുന്ന സമയത്ത് ഞാൻ അതും വീഡിയോ ആയിട്ടൊക്കെ ഇടുന്നതായിരിക്കും. ഓണത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്ലവേഴ്സ് എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഒരുപാടൊക്കെ പൂക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ. സെയിൽ വീഡിയോയും കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നത്. ഇത് നമ്മുടെ മധുരത എന്ന വെറൈറ്റിയാണ്. അതിൽ കുറച്ച് പൂക്കളൊക്കെ വന്നു. ഇനി ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട്. 2 സ്റ്റാൻഡിങ് ലീഫ് മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെയുണ്ട് കേട്ടോ. 2 പോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട് മധുരത. അതിന് ട്യൂബർ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.